Hello viewers, namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കമ്മോഡിറ്റി ട്രേഡിംഗിലാണ്. നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് കമ്മോഡിറ്റി ട്രേഡിംഗ് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതോ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക 9061973737 താഴെ നമ്പർ ഡിസ്പ്ലേ ആണ്. കോൾ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി ട്രേഡിംഗ് ഉപയോഗിക്കാം. അതിൽ ഇക്വിറ്റീസ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, കോമിക്സ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, NCDEX ഇതെല്ലാം മാർക്കറ്റിനും കവർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. എവിടെ ബൈ ചെയ്യണം, എവിടെ സെൽ ചെയ്യണം, അതിന് എത്ര സ്റ്റോപ്പ് ലോസ് ഇടണം, ടാർഗറ്റ് എത്ര വെക്കണം, ഇതെല്ലാം സോഫ്റ്റ്വെയറിനെ കാണിച്ചു തരും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വരുന്ന സിഗ്നൽ എല്ലാത്തിലും ട്രേഡ് എടുക്കല്, പക്ഷേ അത് കൺഫേം ആണെന്നൊരു കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ആ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ട്രേഡ് എടുത്തുവെച്ചാൽ മതിയാവും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു. ഇപ്പം ഞാൻ അതിനകത്ത് കമ്മോഡിറ്റിയിൽ നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പം നിങ്ങൾക്ക് നാച്ചുറൽ ഗ്യാസിൽ എന്താണ് മിനി ചെയ്യുന്നവരാണെങ്കിലും ഇതെല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ട്രെൻഡ്, ഈ ഒരു എന്താണ് കൺഫർമേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് സിഗ്നൽ ഫോളോ ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസ് മാർക്കറ്റ് റേറ്റ് 217.80. ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ വൈറ്റ് കളറിലെ വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറിൽ അപ്പാരോ വന്നു. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈസിക്കിളാണ്, അതുപോലെ റെഡ് ഡൗൺ ആരോ വരുന്ന സെല്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. ഇതിനകത്ത് എഴുതി കാണിച്ചു തരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം, ഡീറ്റെയിൽസ് നമുക്ക് അലർട്ടിൽ എഴുതി കാണിച്ചു തരും. അല്ലെങ്കിൽ ഏറ്റവും മേളിൽ നോക്കുകയാണെങ്കിൽ 215 നമുക്കിന്ന് രാവിലെ 215.30 9:05 അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 215.34 ലെവലിനകത്ത് നമുക്ക് ബൈ വന്നതാണ്. അതിപ്പം ഇരിക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 217. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ബൈ ആണെന്നുണ്ടെങ്കിൽ ഈ ആരോ വന്നതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യാം. താഴത്തോട്ട് നോക്കിയാൽ പ്രൈസ് ഇവിടെ ബൈ സോൺ എഴുതിയും കാണിക്കണം. അതുപോലെ ആരോടെ താഴത്തൊരു ബാറ് കണ്ടോ. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ആ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. നമ്മുടെ നോർമൽ കൺഫർമേഷൻ ഇതാണ്. ബൈസിക്കിൾ വന്ന ശേഷം താഴത്തെ പ്രൈസ് ബൈ സോൺ ആൻഡ് ബാർ കൺഫർമേഷൻ, ബാറിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കണം. ഇത് ഓക്കെ ആണെങ്കിൽ ട്രേഡ് എടുക്കാം. ഇത് രാവിലെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ബൈ വന്നു വെച്ചാൽ ഗ്യാപ്പിൽ കയറുക എന്നാണ് കണ്ടത്. ഇത്രയും ഗ്യാപ്പിൽ കയറുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധികം റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പ് ബാങ്ക് ഗ്യാപ്പിനൊക്കെ വരുമ്പോൾ ആ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ടാകുന്ന നോക്കുക. ഇപ്പോൾ റെസിസ്റ്റൻറ്റും ഇപ്പോൾ ഒരു ബൈ ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ആയിട്ട് എടുക്കുന്നതായിരിക്കും സേഫ്. അവിടെ നോക്കിയാൽ റെഡ് കളറിലെ സ്റ്റാർസാണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. നമുക്ക് ഇവിടെ ബൈ വന്ന ശേഷം മാർക്കറ്റ് കയറിയിട്ടില്ല. താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവൽ വെച്ചാണ് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്തത്. ആ ലെവൽ വെച്ച് നിങ്ങൾക്ക് ഇതിനെ ബൈ എടുക്കാമായിരുന്നു. കാരണം പ്രൈസിൽ മൂവ്മെൻറ്റ് നമുക്ക് ആ എൻട്രി നമുക്ക് 215.30 വന്നാൽ അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടില്ല. അപ്പോൾ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് അവിടുന്ന് ബൈ എടുക്കാമായിരുന്നു. അവിടെ ആ ഒരു ലെവൽ തന്നെ നമുക്ക് കിട്ടിയത് 215.30 ആ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ 217.70 നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. നമ്മൾ ടാർഗറ്റ് തരും കേട്ടോ, സോഫ്റ്റ് തന്നെ ടാർഗറ്റ് തരും. ആ ടാർഗറ്റ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത് ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ മിനിയിൽ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം ഈ സെയിം ട്രെൻഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഒരു 80 to 90% ആയിക്കോട്ടെ നമുക്ക് ഡെഫിനറ്റായിട്ട് കിട്ടും. ഇപ്പം മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ അതേ ട്രെൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് മോർണിംഗ് മാർക്കറ്റാണ്, നമുക്കൊന്ന് ട്രെൻഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ മാർക്കറ്റിൽ നല്ല ട്രെൻഡ് വരില്ല കമ്മോഡിറ്റി മാർക്കറ്റിൽ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് സെഷൻ, കാരണം ഈവനിങ് സെഷനിലാണ് കൂടുതലും മാർക്കറ്റ് നമ്മുടെ US മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് MCX മാർക്കറ്റ് പോണത്. അപ്പോൾ ആ US മാർക്കറ്റ് ഓപ്പൺ ടൈമിൽ ഫ്ലക്ച്വേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മോർണിംഗിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈവനിങ് സെക്ഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഇപ്പം പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.